ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിരാവിലെ ഒരു ചെറിയ വ്ലോഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേസ്. അപ്പോൾ ഇന്ന് നമ്മൾ GKVK ക്യാമ്പസിലേക്കാണ് പോകുന്നത്. അതായത് ഗവൺമെൻറ് കൃഷി കാർഷിക കന്നഡയിലാണ് സംഭവം. അപ്പോൾ ഇവിടുത്തെ കാർഷിക കോളേജാണ്. ഇവിടെ ഒത്തിരി ആൾക്കാർ മോർണിംഗിൽ നടക്കാനും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു കിടിലം ക്യാമ്പസ്. കിടിലം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു വലിയ ഏക്കർ കണക്കിന് പരന്ന് നടക്കുന്ന ഒരു ക്യാമ്പസ്. അതിൽ നിറച്ചും കൃഷിയാണ് കേട്ടോ, ഫുള്ള് കൃഷി. ഇഷ്ടം പോലെ മാങ്ങയുടെ തോട്ടങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ GKVKയിലോട്ടുള്ള എൻട്രിയുടെ അടുത്താണ്. ഇത് നമ്മുടെ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ്, ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് എയർപോർട്ടിലോട്ട് പോകുന്ന വഴി. നമ്മൾ GKVK ക്യാമ്പസിലേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് GKVK ക്യാമ്പസ്. ഇതാണ് GKVKയുടെ ഗേറ്റ് കേസ്. ഇപ്പോൾ വാക്കിംഗ് ആണെങ്കിൽ രാവിലെ 5:30 to 8 o'clock ആണ് ഇവിടെ അലൗഡ്. ഈവനിങ്ങിലും 4 to 7:30 അങ്ങനെ എന്തോ ഒരു ടൈമിംഗ് ആണ്. ഇതിലൊരു എൻട്രി. ഒക്കെ നമ്മളങ്ങനെ GKVKയുടെ ഉള്ളിൽ കയറി. എനിക്ക് തോന്നുന്നു മോർണിംഗ് ഈ ടൈമിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ആ റോഡിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് ഓപ്പൺ അല്ല കേട്ടോ. എന്താണെന്നറിയില്ല, കുറച്ച് കഴിഞ്ഞ് അവർ ഓഫീസ് ടൈം ആകുമ്പോൾ അത് ഓപ്പൺ ചെയ്യും. ഒരു ഇവിടുത്തെ മെയിൻ റോഡെന്ന് വേണേൽ പറയാം GKVKക്കകത്ത്. സൈഡുകളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. രണ്ട് സൈഡിലും നല്ല കിടിലം മാങ്ങാത്തോട്ടങ്ങളും മാങ്ങയുടെ കച്ചവടമൊക്കെയാണ്. ഇപ്പം നോക്കിയാൽ ഇത് കണ്ടില്ലേ, കച്ചവടം അവർ സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ. അതുപോലെ ഇവിടെ ഇപ്പോൾ ഈ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയെല്ലാം ഇവിടെ നടക്കാൻ വരുന്ന ആൾക്കാരുടെ വണ്ടികളാണ്. നല്ലൊരു കയറ്റമാണ്, ചവിട്ടി കയറ്റട്ടെ. ഇവിടെ ഒരു ബ്രിഡ്ജാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ നമുക്കൊരു റെയിൽവേ ട്രാക്കുണ്ട്. അധികം യൂസ് ആയിട്ടുള്ളൊരു ട്രാക്കല്ല കേട്ടോ. വല്ലപ്പോഴും ഒരു ഗുഡ്സ് ട്രെയിൻ പോയാൽ പോകും. എനിക്കങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ എൻ്റെ വീടിന് അടുത്ത് തന്നെയാണ്. ഒരു 2 കിലോമീറ്റർ. ഇവിടെ സൈക്കിളുമായിട്ട് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. സാധാരണ സ്കൂട്ടറെ വന്നിട്ട് സാറിന് നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ പോകാറുള്ളൂ. ഇതിനകത്ത് തോന്നുന്നു പണ്ട് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് എടുത്ത ഫോട്ടോസ് നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, നമ്മളെ ബ്രിഡ്ജിന് മേളിലെത്തി. താഴോട്ട് നല്ലൊരു ഇറക്കമാണ്. എനിക്കാണല്ലോ ഇച്ചിരി റെസ്റ്റ് എടുക്കാം. ഒത്തിരി പേര് ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം. മെയിനായിട്ട് നമുക്ക് ക്യാമ്പസാണ് നമ്മുടെ മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത്. ഒരു അടിപൊളി ക്യാമ്പസാണ് കേസ്. ഈ വഴി കുറച്ച് ദൂരം സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ കേസ് ഞാൻ ഈ ഒരു ക്യാമ്പസ് നടന്ന് കാണിക്കാൻ പോയാൽ എന്നെക്കൂടെ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് ഞാൻ സൈക്കിളിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ചും കൂടെ ഏരിയ നമുക്ക് കവർ ചെയ്യാം, ഫുൾ ഏരിയ കവർ ചെയ്യാം. ഇപ്പോൾ ഇടതുവശത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും, എന്നാലും ഈ ട്രീസൊക്കെ 1986 പ്ലാന്റ് ചെയ്ത ട്രീസൊക്കെയാണ്. ഈ റൂട്ടിൽ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. ഇവിടെ നമുക്കൊരു അടിപൊളി ഗ്രൗണ്ട് ഉണ്ട്. ഇങ്ങോട്ട് കയറാൻ പറ്റും. നമ്മളിങ്ങനെ തിരിഞ്ഞ് കാണിക്കുന്നത് കണ്ടില്ലേ, ഒരു 2 ഫുട്ബോൾ കോർട്ട് ഉള്ളൊരു ഗ്രൗണ്ടാണ്.
അപ്പുറത്ത് ബാസ്ക്കറ്റ് ബോൾ എല്ലാം റൈറ്റ് സൈഡിലായിട്ട് എല്ലാ കോർട്ടുകളും ഇവിടെയാണ്. സ്പോർട്സിൻ്റെ ഏരിയ ഇവിടെ ഉണ്ട്. നമുക്ക് തിരിച്ച് റോട്ടിലേക്ക് പോകാം. അതുപോലെ ഇതൊരു സാറ്റർഡേ ആയതുകൊണ്ട് ക്രൗഡ് ഇച്ചിരി കൂടുതലാണ് കേട്ടോ. നല്ല ക്രൗഡ് ഉണ്ടായിരിക്കും. എല്ലാ ദിവസങ്ങളും ഇത്രയും ക്രൗഡില്ല. ഇവിടെ കുറവാണ്. ഞാൻ വേറെ റൂട്ടിലോട്ട് പോകുന്നില്ല. അവിടെ ഫുള്ള് ക്രൗഡായിരിക്കും. ഒരു മെയിൻ വാക്കിംഗ് ഏരിയ. ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാരുടെയൊക്കെ ഗിയേർഡ് സൈക്കിളാണ് കേട്ടോ. അതാ അവർ പെട്ടെന്ന് ചവിട്ടി പോകുന്നു. നമ്മുടെ സൈക്കിൾ ഗിയർലെസ് ആണ്. പക്ഷെ നന്നായിട്ട് ഫയർ ബേൺ ചെയ്യും. നൈസാണ്. അപ്പോൾ നമ്മൾ GKVയുടെ ഈ പോർഷനിൽ വന്നാൽ നമുക്കിവിടെ ഒരു ടെമ്പിളുണ്ട്. പക്ഷെ അങ്ങോട്ട് വണ്ടികളൊന്നും അലൗഡല്ല കേട്ടോ. സൈക്കിൾ കയറ്റാൻ തോന്നുന്നു. ആൾക്കാർ സൈക്കിളൊക്കെ കയറ്റുന്നുണ്ട്. ഇതൊന്ന് ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ കൂടെ സൈക്കിൾ ഓടിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കാട് കയറിപ്പോൾ അറിയില്ല, ചിലപ്പോൾ പറ്റുമായിരിക്കും കേട്ടോ. നമ്മൾ കൂടുതൽ ഓവർ പ്രിക്കോഷൻ എടുക്കുകയാണ്. ഇവിടെ നോക്കിയാൽ ടെമ്പിളും കുറേ ചെറിയ ചെറിയ പ്രതിഷ്ഠകൾ അവിടെ ഇവിടെ എല്ലാം കാണാം. ഇത് ക്യാമ്പസിനുള്ളിലാണ്. ഇവിടെ എന്തോ സൂപ്പോ പരിപാടിയൊക്കെ ഉണ്ട്. അത് നമുക്ക് നോക്കാൻ എന്താണ്. എന്തോ ഉണ്ട്. നമുക്ക് ഇതിനകത്തൊരു ചെറിയ ക്യാൻറ്റീനുണ്ട്. നല്ല ഫുഡാണ്. ക്യാൻറ്റീനിൽ നമുക്കൊന്ന് പോകണം. വെള്ളമൊന്നും എടുത്തില്ല. എൻ്റെ വെള്ളം ഈ സൈക്കിളിൽ ഇരിക്കുന്നില്ല. വാട്ടർ ബോട്ടിൽ സൈസ് ഡിഫറൻസ് ഉണ്ട്. ഓ, ഇവിടെ നോക്കിയാൽ ഒത്തിരി ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നതൊക്കെ കാണാം. നല്ലൊരു കിടിലൻ സ്പോട്ടാണ് ഇവിടെ. ഓക്കെ, നമുക്കിനി ക്യാൻറ്റീൻ അങ്ങോട്ട് പോകാം. താങ്ക്സ്. ഇവിടെയൊക്കെ ഫുള്ള് പാർക്കിംഗ്. ടെമ്പിളിൽ വരുന്ന ആൾക്കാരും എക്സസൈസിന് വരുന്ന ആൾക്കാരും അടിപൊളിയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാലും നമുക്ക് നല്ലൊരു റൂട്ടുണ്ട്. അങ്ങോട്ടൊന്ന് പോവാം, ജസ്റ്റ് കാണാനായിട്ട്. പക്ഷേ തിരിച്ചിങ്ങോട്ട് തന്നെ വരണം ബാക്കി കാണിക്കണമെങ്കിൽ. ഇവിടുന്ന് ലെഫ്റ്റ് പിടിക്കാം. ഡയറക്ടറേറ്റ് ഓഫ് എക്സ്റ്റൻഷൻ ഫാമേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒക്കെ ഫുൾ ക്രൗഡാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. സാറ്റർഡേ സൺഡേ നല്ല ഒത്തിരി ആൾക്കാർ വാക്കിങ്ങിന് വരും.
ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൈനർ കാട് പോലാണ് സംഭവം. മയിലൊക്കെ ഉണ്ട് ഇന്നത്തെ. ബാംഗ്ലൂർ ഇപ്പോൾ എവിടെ പോയാലും മയിലുണ്ടല്ലോ. ഇതെല്ലാം ഞാൻ തിരിച്ച് ചവിട്ടി കയറണമെന്ന് ഓർക്കുമ്പോഴാണ്. ഓ നൈസ്. തണുപ്പ് കാലത്തൊക്കെ വന്നാലേ കുറച്ചും കൂടെ മഞ്ഞും ഒരു രസമായിരിക്കും. ഞാനിപ്പോൾ ഏകദേശം എക്സിറ്റിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇനി തിരിക്കുവാണ്. തിരിച്ച് ഞാൻ കഷ്ടപ്പെടുന്ന നിങ്ങൾ കാണണ്ട. നമുക്ക് പയ്യെ തിരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ പോർഷൻ തിരിച്ചും കൊണ്ട് വന്നിനി നല്ലൊരു കയറ്റമാണ്. ഞാനതൊന്ന് നടന്ന് കയറാമെന്നാണ് വിചാരിക്കുന്നത്. നന്നായിട്ട് ടയർഡായി. ഇത് ടോട്ടൽ ഒരു 12 കിലോമീറ്ററോളം ഉണ്ട് ഇവിടെ. ഓക്കെ, ഇനി കുറച്ച് നേരം ഒന്ന് നടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ കയറ്റം കയറി. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ പറഞ്ഞ ചെറിയ ക്യാൻറ്റീൻ അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇപ്പം ഞാനങ്ങോട്ട് പോകുന്നില്ല. തിരിച്ച് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്കൊന്ന് കയറാം. അവിടെ കുറേ പട്ടികളുണ്ട്. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ ഇവന്മാർ ഇച്ചിരി അലമ്പായിരുന്നു. ഇതുപോലെ GKV ലൈബ്രറി, യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ്. ഓക്കെ, GKV ലൈബ്രറിയാണ്. എന്തുപോലെ കേസ് ഈ റൂട്ടിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് ചെറിയൊരു കോഫി ഹൗസ് ഉണ്ട് കേട്ടോ. ബാംഗ്ലൂരിലെ നമ്മുടെ മിൽമ എന്ന് പറയുന്ന പോലെ ഒരു സാധനം നന്ദിനിയാണ്. അപ്പോൾ നന്ദിനിയുടെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ഉണ്ട്. കോഫി കുടിക്കുന്നവർക്ക് കോഫി കുടിക്കാൻ എന്തായാലും ഒരു കോഫി കുടിക്കാൻ നോക്കും. കാരണം വെള്ളമൊന്നും എടുക്കാത്തതുണ്ട്. ഫുള്ള് ടയേർഡാണ്, ദാഹിച്ചു. അപ്പോൾ കേസ് ഞാൻ GKV അവിടെ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് നോക്കിയാൽ ചെറിയൊരു ഗാർഡൻ കാണും. ഓരോ സെക്ഷനൊക്കെ ആയിട്ടാണിത്. വേറെ എന്തോ സെറ്റപ്പാണിത്. അതുപോലെ ക്യാമറ ഇച്ചിരി മേളിലോട്ടാണ്. നമ്മൾ സൈക്കിളിൽ ആ പൊസിഷൻ അനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് പക്ഷേ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാണാമായിരിക്കും. നമുക്ക് നോക്കാം അത് എന്ത് ഗാർഡനാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് കാണത്തില്ല. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ എന്തൊരു കോളേജിൻ്റെ ഓഡിറ്റോറിയം കേട്ടോ. ഇവിടെ കന്നഡ ഓഡിറ്റോറിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞൊരു ഓഫ് റോഡ് വഴിയുണ്ട്. അതിലേ കയറി പോവാം. ഒരു ഗ്രൂപ്പ് ഓഫ് റണ്ണേഴ്സൊക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്കിത് വലിയ അധികം ആൾക്കാരൊന്നുമില്ല. സാധാരണ അങ്ങനെ ലോക്കൽസ് അല്ലാതെ അധികം ആൾക്കാരൊന്നും ഇതിലേ പോകാറ്. പക്ഷേ വലിയ ലോങ് ഓഫ് റോഡ് സംഭവമൊന്നും അല്ല കേട്ടോ. ചെറിയൊരു ഓഫ് റോഡ് വഴി. അപ്പുറത്ത് മെയിൻ ഒരു വഴിയുണ്ട്. അവിടെ ഇഷ്ടം പോലെ വോക്കേഴ്സും റണ്ണേഴ്സും സൈക്കിൾ ഓടിക്കാൻ തന്നെ ഇട കാണുമെന്ന് അറിയത്തില്ല. സാധാരണ അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അല്ലാതിരിക്കാനും വഴിയുണ്ട്. ഓ നൈസ്. ഇവിടെ വന്ന് പണ്ട് നമ്മൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടേ എനിക്ക് തോന്നുന്നൊരു 1-2 കൊല്ലം മുമ്പായിരിക്കും.
കഴിഞ്ഞ ദിവസം ഞങ്ങളിതിലെ വന്നായിരുന്നു. വണ്ടിക്ക് ബ്രേക്ക് കുറവാണ്, ഇച്ചിരി ഇറക്കത്തിൽ പാടാണ്. കഴിഞ്ഞ ദിവസം മോനെയും കൊണ്ട് വന്നിരുന്നെങ്കിലും ഞാൻ റെക്കോർഡ് ചെയ്തതിന് ക്യാമറയുടെ പൊസിഷൻ ശരിയല്ലായിരുന്നു. അതെല്ലാം താഴോട്ട് നോക്കിയിരിക്കുന്ന ക്യാമറ ഇപ്രാവശ്യം അങ്ങനെ ശരിയായാൽ മതിയായിരുന്നു. ഇതല്ല, ഒരു 1 കിലോമീറ്റർ കാണുമായിരിക്കും, 1.5 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് എനിക്ക് പെട്ടെന്നൊന്നും ബ്രേക്ക് പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. നല്ലൊരു കുഴി വന്നാൽ അവിടെ വീഴും. സ്ലോ ചെയ്യാൻ പറ്റും കേട്ടോ, ബ്രേക്ക് കൊണ്ട് കാണിക്കണം. ബ്രേക്ക് ഉണ്ട്, ഇങ്ങനെ സ്ലോ ചെയ്യാം. കുഴപ്പമില്ല, ബ്രേക്ക് ഇച്ചിരി മുൻകൂട്ടി പിടിക്കണമെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ആരെയും കൊണ്ട് സഡൻ ബ്രേക്ക് ഇട്ടാൽ അതുപോലെ സ്കൂട്ടറുകാരൻ പെട്ടെന്ന് കൊണ്ട് നിർത്തിയ പോലെ നിർത്തിയാൽ നമ്മളവിടെ ഇടിച്ച് വീഴും. ഇതെല്ലാം മാവും തോട്ടങ്ങളും ഓരോരോ കൃഷികളും ഒക്കെയാണ് രണ്ട് സൈഡിലായിട്ട്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയത് കണ്ടില്ലേ, മാവും തോട്ടമാണ്. ഇപ്പോൾ നമ്മുടെ റൈറ്റിൽ നിങ്ങൾക്ക് കാണുമെന്ന് അറിയത്തില്ല, ഒരു പാടമാണ് ചെറിയത്. നമ്മുടെ അടുത്ത പോലെ വിശാലമായ നെൽപ്പാടങ്ങളൊന്നുമല്ല. റൈറ്റ് സൈഡ് ഒരു ചെറിയ പാടം, 1-2 പാടങ്ങളുണ്ട്, ചെറിയ സൂര്യകാന്തിയും പൂക്കളൊക്കെ ഇഷ്ടംപോലെ കൃഷിയുണ്ട്. മാങ്ങ ഇവിടെ നമുക്ക് കിട്ടില്ല, എല്ലാ വെറൈറ്റിയും കിട്ടും. ഇങ്ങോട്ട് നോക്കിയത് കണ്ടില്ലേ, ഫുള്ള് മാംഗോ ട്രീ. നമ്മുടെ ഓഫ് റോഡിങ് കഴിയാറായി. അപ്പോൾ മകനെ കൊണ്ടുവന്ന് വന്നപ്പോൾ ഞാൻ ഫുൾ എത്ര കിലോമീറ്റർ എന്നൊക്കെ നോക്കിയായിരുന്നു. 12 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചു. 6 വയസ്സേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ ഒരു എക്സിറ്റാണ് GKVക്കടെ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് നമുക്ക് റൈറ്റ്, മെയിൻ ജോഗിങ് ഏരിയ അല്ലെങ്കിൽ വാക്കിംഗ് ഏരിയ എന്ന് പറയാം. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് ഈ ഒരു വഴിയിൽ. പിന്നെ 2 സൈഡും പാടങ്ങളാണ്. ഇതുകൊണ്ടില്ല, ഒരു പാടമാണ്. സൈക്ലിങ്ങിന് തിരിച്ച് കാണിക്കാവുന്ന കൃഷിയുടെ ടൈം അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ലെഫ്റ്റിൽ നോക്കിയാൽ എന്തോ ഒരു നട്ട് വെക്കുന്നുണ്ട് ഇവിടുത്തെ പിള്ളേർ. ചിലപ്പോൾ ഇവർക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പായിരിക്കും. ട്രെയിനിങ് നടക്കും, അതുപോലെ ഫലങ്ങളും കിട്ടും. ഇതെല്ലാം വിൽക്കുന്നുണ്ട് കേട്ടോ, എല്ലാ സീസണിലും അതിൻ്റെ എല്ലാ സാധനങ്ങളും. അതുപോലെ എല്ലാ മരത്തിൻ്റെയും ചെടിയുടെയും വിത്ത് എല്ലാം നമുക്കിവിടെ കിട്ടും. ഈ ഒരു സ്ട്രെയിറ്റ് സ്ട്രെച്ചിൽ നമ്മുടെ ഇനി ഫുള്ള് ഫോക്കസ് ആയിരിക്കും ആ താറിട്ട സ്ഥലത്ത്. ഇവിടെ എനിക്ക് തോന്നുന്നു ആൾക്കാർ വീട്ടിലോട്ട് തിരിച്ച് പോകാൻ നേരത്ത് മാത്രം ഇറങ്ങിപ്പോയി. അത്ര ബാംഗ്ലൂർ ഭയങ്കര ഫേമസ് എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ വിസിറ്റ് ചെയ്ത സ്ഥലമൊന്നുമല്ല. ഇവിടെയുള്ള ലോക്കൽസൊക്കെ തന്നെയാണ് ഇവിടെ ഓടാനും നടക്കാനുമായിട്ട് വരുന്നതൊക്കെ. പക്ഷേ നൈസാണ്, ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ. ഇല്ലെന്ന് പറഞ്ഞാൽ ഇന്ന് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് ഇച്ചിരി തിരക്കുണ്ട്. സിറ്റിക്കുള്ളിലല്ല, ഇത് ഹെബ്ബാളാണ് സ്ഥലം. GKVK എന്നാണ് പേര് സ്ഥലത്തിൻ്റെ. ഈ ഓടി വരുന്ന അപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും കണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഫിറ്റാണ്, സൂപ്പർ ഫിറ്റാണ്. ഏജ് ഒരു 10-60 വയസ്സ് കാണുമായിരിക്കും. ഫുൾ മസിൽഡ് ബോഡിയാണ്, കണ്ടു കാണുമല്ലോ.
മയിലിൻ്റെ സൗണ്ട് നമുക്ക് ഇവിടെയും കേൾക്കാം. ഇവിടെ 1-2 ഓഫീസുകളാണ് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഇന്ന് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച തിരക്കില്ല. ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്ട്രെച്ചാണ്. ഇത്തിരി സ്പീഡിൽ പോവാം. ഒരു കുഞ്ഞു മോൻ സൈക്കിളും ചവിട്ടി വരുന്നുണ്ട് നൈസായിട്ട്. ഇതൊരു സ്ട്രെയിറ്റ് 2 കിലോമീറ്റർ കാണും ഈ ഒരു റോഡ്. കുറേ പട്ടികളുണ്ടല്ലോ. നാട്ടിലെ പോലെ അത്രയ്ക്കും ആക്രമണകാരികളല്ല ഇവിടുത്തെ. തമ്മിലടിയാണല്ലേ. വേറെ ഒത്തിരി ചെറിയ ചെറിയ വഴികളുണ്ട് കേട്ടോ. ഞാൻ ആ വഴികളിലൊന്നും പോയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. മെയിൻ ഏരിയാസ് നമുക്കിന്ന് കവർ ചെയ്യാം. ഇവിടുന്ന് സ്ട്രെയിറ്റ് ഒരു വഴിയുണ്ട്. അവിടെ പബ്ലിക് വർക്കേഴ്സ് നോട്ട് അലൗഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും കയറി പോകുന്നുണ്ട്. നൈസ് ഏരിയ അല്ലേ ആ ട്രീസൊക്കെ.
ഈ മരങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് ഞാൻ അധികം വന്നിട്ടില്ല. എന്നാൽ ഫസ്റ്റ് ടൈം വരുവാൻ തോന്നുന്നു. നൈസ് ഏരിയ. എന്താണ് ഞാൻ വരാൻ ഇത്ര നാളായിട്ട്. അടിപൊളിയല്ലേ. ആ മെയിൻ വോക്ക് വേയിൽ നമ്മൾ വന്നായിരുന്നു, പക്ഷേ ഇതിലെ ഞാനിങ്ങോട്ട് ഫസ്റ്റ് ടൈം. ഇതവിടെ എഴുതിയിട്ടുണ്ടല്ലോ മരത്തിൽ. എന്ത് സർക്കിളാണ്? സീഡ് സർക്കിൾ. ഓക്കെ. ഇവിടെ ഒരു ഓഫ് റോഡ് ട്രെയിൽ പോലെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ആൾക്കാർ നടന്നു പോകുന്നു. നാഷണൽ സീഡ് പ്രോജക്റ്റാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ. അതെന്താണെന്ന് എനിക്കറിയില്ല. മോനെ അടിപൊളി സ്ഥലം. നൈസ്. ഫുള്ള് റെഡ് കളറ്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഗൈസ്. അടിപൊളി സ്ഥലം. പിന്നെ ഇത് സീസണിലായിട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ വേറെ 2 മാസം കഴിഞ്ഞ് വരും ഇതുപോലെ ചുവന്ന പൂക്കളൊന്നും കാണത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാൻ ഇതുവഴി തന്നെ ഒന്ന് തിരിഞ്ഞു പോകണം എന്ന് വിചാരിക്കുന്നു. നൈസായിട്ടുണ്ട് ഏരിയ. നമുക്ക് ഇവിടുന്ന് പയ്യെ തിരിയാം. തോന്നുന്നു നമ്മൾ ഇത്രയും കവർ ചെയ്തിട്ടും എനിക്ക് തോന്നുന്നു GKVKയുടെ ഒരു 50% നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ഫോട്ടോ എടുക്കണം സൈക്കിളിൻ്റെ നമ്മുടെ തമ്പനിയിൽ. ഓക്കെ, നമ്മൾ ആ ഏരിയ കടന്നെങ്കിൽ പോന്നു. ഇതുവഴി ഞാൻ അധികം വന്നിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു ഓഫ് റോഡ് കയറിപ്പോയാലോ. തോന്നുന്നില്ല, ഒരു ഗ്രൗണ്ടിലോട്ടാണ് ചെല്ലുമെന്ന് തോന്നുന്നത്. അതുപോലെ കേസ് നമുക്ക് ഇതിനകത്ത് ഇൻ്റർനാഷണൽ മാരത്തോണൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം വന്നായിരുന്നു. നല്ല സ്പേസ് ഉണ്ടല്ലോ. അത് രാവിലെയൊക്കെ ഒത്തിരി പുറം രാജ്യത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് മാരത്തോണൊക്കെ ചെയ്യുന്ന സംഭവം അത് ഇതിനകത്ത് നടക്കാറുണ്ട് ബാംഗ്ലൂർ. ഇനി നമുക്ക് തിരിച്ചു പോകണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഞാൻ ആദ്യം ഒരു ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് അതുവഴിയാണ് ഞാൻ ഇറങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കേസ് ഞാൻ ഏകദേശം എല്ലാ ഏരിയാസും കവർ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ നടത്തുന്നില്ല. ഇതിൻ്റെ ഒരു ഓഫീസ് ഏരിയ ഉണ്ട്, അതിൽ പോകുന്നെങ്കിലും നമുക്ക് അതും കൂടെ ഒന്ന് കവർ ചെയ്യാം. ഇതൊരു ഗ്രൗണ്ടാണ്. പിള്ളേരൊക്കെ വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ അമ്പലം എനിക്ക് തോന്നുന്നു ആദ്യം കണ്ട അമ്പലം ഇവിടുന്ന് ലെഫ്റ്റ് സൈഡാണ്. ഇപ്പം അങ്ങോട്ട് പോകണില്ല. ഒരു ഗ്രൗണ്ടാണിത്. ഇതിനകത്തൊരു ഇൻഡോർ സെറ്റപ്പ് ഉണ്ട്. അത് ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഫാമിലീസൊക്കെ വന്ന് ബാഡ്മിൻ്റണും അതും ഇതൊക്കെ കളിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്, 10-20 പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നിട്ടും കാണാത്ത ഒത്തിരി ഏരിയാസ് ഉണ്ട് ഇവിടെ.
അത് നടന്നു വരുന്നതുകൊണ്ടാണ്. നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കിനും ഒരു ചെറിയ പോർഷൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കിയാൽ ഒരു ഇൻഡോർ സെറ്റപ്പിൽ ആളുകളൊക്കെ കളിക്കുന്നതാണ്. കണ്ടില്ല, ശരിക്കും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, പക്ഷേ മഴയത്തൊക്കെ യൂസ്ഫുള്ളാണ് അല്ലേ. നൈസ്. ഓക്കെ, നമുക്ക് നമ്മുടെ റൂട്ടിൽ പോവാം. കുറച്ച് നേരം ഒന്ന് നിൽക്കട്ടെ, ഇരുന്നിരുന്ന് മടുത്തു. ഓ, ഇവിടെ ഒരു ബീ പാർക്കുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഞാൻ അധികം വന്നിട്ടില്ല ഗൈസ്. കുറേ എന്തൊക്കെയോ സെക്ഷനുണ്ട്, ഇറിഗേഷൻ, ഓട്ടോമേഷൻ, എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ ഉണ്ട് ഈ ഒരു സെക്ഷനിൽ. ഇവിടെ എന്തോ വളർത്തുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നോക്കിയാൽ കുറേ പശു, ഇതിനകത്ത് ആൾക്കാരുണ്ട് കേട്ടോ. ഇത് കീപ്പേഴ്സ് ആയിരിക്കും ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു. ഈ റൂട്ട് ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നിട്ടുണ്ട് ഇവിടം വരെ, എന്നിട്ട് പിന്നെ തിരിച്ചു പോയി. ഇങ്ങോട്ടൊരു നല്ല കയറ്റമാണ്. അതാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ അങ്ങോട്ട് കയറുന്നത്. ആ കയറ്റം ആ സ്പീഡിലും കയറിപ്പോയാലും വലിയതായിട്ട് ബുദ്ധിമുട്ടാതെ കയറിപ്പോ. കയറ്റമല്ലേ, ഞാൻ വിചാരിച്ച സ്ഥലമല്ലായിരുന്നു. പക്ഷെ ആണ് കേട്ടോ, ഇതിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇത് വേറെ ഞാൻ ഉദ്ദേശിച്ച ഒരു സംഭവം അല്ല. ഇവിടെ കയറ്റമുണ്ട്, ചെറിയ കയറ്റം. And it also will turn out like that. നല്ല കയറ്റാണ് ഗൈസ്. For a long time. ഓക്കെ ഗൈസ്, ഞാൻ ഇടയ്ക്കൊന്ന് സൈക്കിൾ നടത്തിയിട്ടെ ഒന്ന് നടന്നായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ ടെമ്പിളിൻ്റെ അവിടെ എത്തി. ഓക്കെ, ഇനിയിപ്പോൾ തിരിച്ചങ്ങ് പോയാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാൻ GKVK വീഡിയോ നമ്മുടെ ഈ വന്ന ഗേറ്റ് വഴി തന്നെ ഇറങ്ങിപ്പോവാം. ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് ഇറക്കമൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയ കയറ്റമായിരുന്നല്ലോ. നമുക്ക് നൈസായിട്ട് ഇനി ഇഷ്ടംപോലെ വഴികളുണ്ട്. ഞാനിപ്പം ഏകദേശം വഴി തെറ്റിപ്പോയ അവസ്ഥയിലായി. പിന്നാണ് ടെമ്പിൾ കണ്ടപ്പോൾ സമാധാനമായി.
അല്ല പിന്നെ ഇതും പിടിച്ച് ഞാൻ നടന്ന് എൻ്റെ പണി ചെയ്യും. ഏതെങ്കിലും ഒരു എക്സിറ്റ് ഗേറ്റ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെയാണ്. അതുപോലെ ഇന്നൊരു കാര്യം മനസ്സിലായത്, ഒത്തിരി ഏരിയാസ് ഉണ്ട് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ചെയ്യാത്ത ഏരിയാസും കുറേ ഉണ്ട്. അങ്ങനെ നമ്മുടെ GK-VK സൈക്ലിംഗ് തീർന്നിരിക്കുകയാണ്. വേറെ അധികം സൈക്ലിംഗ് വീഡിയോസൊന്നും കാണത്തില്ല. ഞാനും കുഞ്ഞും മോർണിംഗ് ടൈമിൽ ചുമ്മാ കുറച്ച് നേരം ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് മാത്രമേ ഇങ്ങനെ സൈക്കിളിൽ പോകുന്നുള്ളൂ. അല്ലാതെ ലോങ് ഒന്നും സൈക്കിളിൽ പോകാറില്ല. അവന് ഇച്ചിരി കൂടെ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ കൊണ്ട് പോകാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. മാംഗോസ് ഒത്തിരി കൂടുതൽ മാങ്ങയാണ് ഇവിടെ. മാംഗോയും മാങ്ങയും കൊണ്ട് ഒരുമിച്ച് മാങ്ങാന്ന് ഇങ്ങനെ ഇടയ്ക്കായി പോകും. ഒരു ചെറിയ കയറ്റമുണ്ട്. അത് നമുക്കൊന്ന് ഈ സ്പീഡിൽ തന്നെ അങ്ങ് പോയാൽ കയറി പോകാൻ പറ്റും. പിന്നെ മെസ്സിറസ്സുകാരൻ ഇങ്ങനെ സ്ലോ ആയിട്ട് പോകണം. സ്പീഡിൽ തന്നെ കയറാൻ നോക്കാം. എഴുന്നേക്കാതെ തന്നെ കയറാൻ തോന്നും. നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഏകദേശം നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ മെയിൻ റോഡാണ് ഫ്രണ്ടിൽ. അങ്ങനെ നമ്മുടെ GK-VK വീഡിയോ തീരുന്നു കേസ്. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ ആൾക്കാരായാലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേസ്. നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി ഇച്ചിരി കുറവാണ്, എന്നാലും വീഡിയോസ് ഇട്ടിട്ട് പോകുന്നുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് ഫ്രീക്വൻസി കൂട്ടണം. വീണ്ടും എല്ലാ ദിവസവും പറ്റും തോന്നില്ല. സ്റ്റിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് മന്ത്ലി 2-3 വീഡിയോസെങ്കിലും ഇടാൻ ശ്രമിക്കണം. അപ്പോൾ കാണാം കേസ്. ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ. എല്ലാവർക്കും കാണാം.